ഇന്നത്തെ ഞായറാഴ്ച വെറുതെ വീട്ടിലിരിക്കുന്നല്ലേ. അപ്പം ഞാൻ നിതിനോട് പറഞ്ഞു ഈ ആഴ്ച നമുക്ക് ഇറങ്ങും പോകണ്ടേ. അപ്പം നിധി പറഞ്ഞു ഈ സ്ഥലം മാറ്റി പിടിക്കാം, പയ്യന്നൂർ മാട്ടൂർ പെറ്റ് സ്റ്റേഷനിലെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാച്ചു. അപ്പോൾ ഞാൻ രജിലും നിതിനും കൂടി അടുത്തേക്ക് പോവേന്ന്. ഓക്കെ, ബാക്കിയിലെ ഭാഗം കാണാം. അപ്പോൾ നമ്മ മാട്ടൂർ ലക്ഷ്യം വെച്ചിട്ട് പോവുകയായിരുന്നു. നല്ല മഴ, പുറത്ത് നല്ല അടിപൊളി മഴ കാണിച്ചതാ. അപ്പം നമ്മ ഏകദേശം ചെറുത്തുരേക്ക് എത്താനായി. നല്ല മഴയാണ് കേട്ടോ, നല്ല അടിപൊളി മഴ. പിന്നെ അവിടെ എത്തിയാൽ നല്ല വെള്ളത്തിലാവുമെന്ന് ദൈവത്തിനറിയാം. ഇതാണ് നമ്മളെ അവസ്ഥ കേട്ടോ. നമ്മൾ എവിടെ പോവാന്ന് വിചാരിച്ചാലും ആ ടൈം ആകുമ്പോഴത്തേക്ക് മഴ വരും. പോകുന്ന പോക്കിൽ നമ്മളെ ചങ്ങായിൻ്റെ ബസ്സിനെ കണ്ടു. ഒരു ടാറ്റയും കൊടുത്തിട്ടാണ് നമ്മൾ നേരെ വിട്ടുട്ടാ. അങ്ങനെ നമ്മ ഇവിടുത്തേക്ക് എത്തി, മാട്ടൂരിൻ്റെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടിട്ട് നമ്മൾ ഇവിടെ നിർത്തി, ഒരു പുഴേൻ്റെ സൈഡ്. ഓക്കെ, നമ്മ അടുത്തേക്ക് എത്തുന്തോറും റോഡിന് വീതി കുറഞ്ഞു വരെയായിരുന്നു. റോഡിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നതിൽ വളരെ മോശം അഭിപ്രായം കേട്ടോ. മൊത്തത്തിൽ കുളം പോലത്തെ റോഡാണെന്നുണ്ടായത്. വണ്ടീൻ്റെ ടയർ നല്ല കണ്ടീഷനാണെങ്കിൽ ധൈര്യത്തിൽ പോയിട്ട് വരാം, അത്രേ പറയാൻ പറ്റൂ കേട്ടോ. മൊത്തം താറുമാറ് റോഡാണ്. ആണ് നമ്മൾ ഇവിടെ എത്തിയിട്ടാ. ഓക്കെ, നല്ല അടിപൊളി പ്ലേസ്. ഒരു സൈഡ് കടപ്പുറം, ഒരു സൈഡ് നല്ല പാർക്ക്. അങ്ങനെ നിതിനെ നമ്മൾ ടിക്കറ്റിന് ക്യൂവിൽ വിട്ടിട്ട് നമ്മ അവിടെ പുറത്ത് നിന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ചങ്ങായി വരുന്നുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നോക്കാലോ. ആ, ഇത് ഇനി പെറ്റിന് കൊടുക്കേണ്ട ഫുഡ്. ഇത് 3 ടിക്കറ്റ് ഉണ്ട്. 3 ടിക്കറ്റിൽ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പെറ്റിനെ കാണാനും ടോട്ടല് കാണാൻ ചെയ്യുന്നതായി. ഓക്കെ, നമുക്ക് ഉള്ളിൽ പോവാം. ഓക്കെടാ, ഇതാ കേട്ടോ. നല്ല ഓളിച്ച വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചമച്ചോണ്ട് തന്നെ പോവാം. എന്നാൽ പിന്നെ ഇത് തീരുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഭാഗമെല്ലാം കവർ ചെയ്യും. നടക്കുന്നതിൻ്റെ ഇടക്കാണ് നല്ലൊരു അടിപൊളി നല്ലൊരു ആനനെ കാണുന്നു. ഓക്കെ, കണ്ടാൽ ഒറിജിനൽ തോന്നിപ്പോവും. ചെറിയ കുഞ്ഞ മുതൽ ബാല്യക്കാർ വരെ ആണേൻ്റെ അടുത്ത് നിന്ന് പോകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാനൊന്നും നോക്കിയിട്ടാ അവിടെ പോയിട്ട് 3-4 ഫോട്ടോ എടുത്തു, 2-3 വീഡിയോ എടുത്തു കേട്ടോ. ആദ്യം തന്നെ കാണുന്ന ഒരു കുതിരേനാണ് കേട്ടോ. നമുക്ക് അടുത്തേക്ക് പോവാം, നോക്കാമല്ലോ കുതിരേന. എന്നിട്ട് തല അപ്പുറത്തേക്ക് അടിച്ചില്ല കേട്ടോ. ഇവിടെ മൈൻഡും കൂടെ ആക്കുന്നില്ല. ഹലോ, ഹായ്. നമ്മൾ പോകുമ്പം വിചാരിച്ച പോലെ തന്നെ കേട്ടോ, നല്ല സെറ്റപ്പാണ്, നല്ല കൂടുതലെന്നല്ല നോക്കി നല്ല അടിപൊളിയാക്കിയിട്ട് ഇവർക്ക് ആയി കൊടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ. 150 ഒരാൾക്ക് കൊടുത്താലും നഷ്ടമൊന്നുമില്ല കേട്ടോ, ഒരുപാടുണ്ട്.
അടിപൊളി 2 മൈനാട്ട. എന്താ അട്രാക്ഷൻ നോക്കി, മൈനക്ക് കളർ അടിച്ചൊക്കെ ഉണ്ട്. എന്താ രസം. ഹായ് ബാ ബാ ബാ. കഴുത്തിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു കേട്ടോ. മീനിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. ടിക്കറ്റിനപ്പുറം മീനിൻ്റെ തീറ്റ തന്നിട്ടുണ്ടായി. നമ്മൾ അത് കൊടുത്തിട്ട് നേരെ മീനിൻ്റെ അടുത്തേക്ക് പോയിട്ട് എല്ലാത്തിനും കൊടുത്തു വിട്ടാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇല്ല ഒരു ചെറിയൊരു ഷോപ്പിംഗ് മോൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് കിട്ടാം. ആടെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വിചാരിച്ചല്ല, ഒരുപാട് കാണാനുണ്ട് കേട്ടോ. വന്നാൽ എന്തായാലും നഷ്ടമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ അടുത്ത ആഴ്ച ഇതേപോലെ വേറെ സ്പോട്ടിലേക്ക് നമ്മൾ പോകാനാണ്. അപ്പോഴത്തേക്ക്